നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരിടത്തെത്തി അപ്രത്യക്ഷമാകുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? പ്ലെയിനുകളും കപ്പലുകളും ഒരു തരത്തിലുള്ള അടയാളവുമില്ലാതെ കാണാതാവുന്ന ഒരു സ്ഥലമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന്. അതിൻ്റെ പേര് ബെർമ്യൂഡ ട്രയാങ്കിൾ. ഇത് ഒരു സാധാരണ സമുദ്രപ്രദേശമല്ല. ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രകൃതിയുടെ കളിയാണോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഇരുണ്ട സത്യമുണ്ടോ? ബെർമ്യൂഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ഭാഗമാണ്. ഇത് അമേരിക്കയിലെ ഫ്ലോറിഡ, ബെർമ്യൂഡ ദ്വീപ്, പ്യൂർട്ടോറിക്കോ എന്നിവ ചേർന്നുള്ള ഒരു ത്രികോണ രൂപത്തിലുള്ള പ്രദേശം. ഇവിടെ നടന്ന ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങളിലൊന്ന് ഫ്ലൈറ്റ് 19 എന്ന വിമാനസംഘത്തിന്റെ കാണാതാകലാണ്. 1945-ൽ 5 വിമാനങ്ങൾ പരിശീലനത്തിനായി പറന്നുയർന്നു. പക്ഷേ അവരൊരിക്കലും തിരിച്ചു വന്നില്ല. അവരെ അന്വേഷിക്കാൻ പോയ രക്ഷാപ്രവർത്തന വിമാനവും അപ്രത്യക്ഷമായി. ഒരിടവേള. ഇത് ഒറ്റ സംഭവമല്ല. നിരവധി കപ്പലുകളും വിമാനങ്ങളും ഇവിടെ വച്ച് കാണാതായി. അതുകൊണ്ടുതന്നെ പല സിദ്ധാന്തങ്ങളും ജനിച്ചു. ചിലർ പറയുന്നു ഇത് ഏലിയൻസിന്റെ പ്രവർത്തനമാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് സമുദ്രത്തിനടിയിലെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡുകൾ കാരണം ഉപകരണങ്ങൾ പ്രവർത്തനം നിർത്തുന്നു. ഇന്നും ചിലർ പറയുന്നു ഇത് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു പോർട്ടലാകാം. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് വേറെയാണ്. അവരുടെ അഭിപ്രായത്തിൽ ശക്തമായ കൊടുങ്കാറ്റുകൾ, ആഴമുള്ള സമുദ്രപ്രവാഹങ്ങൾ, മനുഷ്യരുടെ പിഴവുകൾ ഇവയൊക്കെയാണ് കാരണം. പക്ഷേ ഇതിലൊരു ചോദ്യം ഇന്നുമുണ്ട്. എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ കൂടുതലായി ഈ സ്ഥലത്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ചിലപ്പോൾ ഒരടയാളവുമില്ലാതെ എല്ലാം അപ്രത്യക്ഷമാകുന്നു? ഇതുവരെ ആരും തീർച്ചയായ മറുപടി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ബെർമ്യൂഡ ട്രയാങ്കിൾ ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഇത് പ്രകൃതിയുടെ ശക്തിയാണോ? അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലുമാണോ? നിങ്ങളെന്താണ് വിശ്വസിക്കുന്നത്? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടുതൽ രഹസ്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.